ഇന്ത്യയെ അവരുടെ മണ്ണിൽ തോൽപ്പിക്കുകയെന്ന വലിയ ആഗ്രഹവുമായാണ് തങ്ങൾ ടെസ്റ്റ് പരമ്പരയ്ക്ക് എത്തിയതെന്ന് പറഞ്ഞത് ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ കേശവ് മഹാരാജാണ്. ആദ്യ ടെസ്റ്റിന്റെ തലേ ദിവസം അദ്ദേഹം ഇക്കാര്യം പറയുമ്പോൾ 15 വർഷത്തിനിടെ ടെസ്റ്റ് ഫോർമാറ്റിൽ ഒറ്റ മത്സരത്തിൽ പോലും പ്രോട്ടീസ് ഇന്ത്യയിൽ ജയിച്ചിരുന്നില്ല. ആദ്യ ടെസ്റ്റിൽ തന്നെ ജയിച്ച് ആഗ്രഹം സഫലമാക്കാൻ ആഫ്രിക്കൻ കരുത്തർക്കായി. തുടർച്ചയായ രണ്ടാം ടെസ്റ്റിലും ജയം ആവർത്തിച്ചതോടെ കാൽ നൂറ്റാണ്ടിനിടെ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ നേടുന്ന ആദ്യ ടെസ്റ്റ് പരമ്പരയായി ഇത് മാറി. 2000-ലാണ് ദക്ഷിണാഫ്രിക്ക ഒടുവിൽ ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര ജയിച്ചത്. അന്ന് ഹാർസി ക്രോണിയുടെ നേതൃത്വത്തിലെത്തിയ പ്രോട്ടീസ് നിര ഇന്ത്യയിൽ പരമ്പര ജയിച്ചു. എന്നാൽ നിലവിലെ ടീമിലുള്ള താരങ്ങളിൽ ചിലർക്ക് കുട്ടിക്കാലത്തെ ഓർമ്മ മാത്രമാകുമത്. എന്നാൽ 25 വർഷത്തിനപ്പുറം ലോക ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്കയ്ക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയിൽ നിന്നൊരു പരമ്പര സ്വന്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജയിച്ച ശേഷം ടെംബെ ബാവുമയും സംഘവും ഒരു പരമ്പര പോലും കൈവിട്ടിട്ടില്ല. ഈഡൻ ഗാർഡനിലെ സ്പിൻ കെണിയിലും വീഴാതെ മുന്നേറിയ പ്രോട്ടീസ് ഗുവാഹത്തിയിലും ചരിത്രം കുറിച്ചു. ഇതോടെ ടെസ്റ്റ് ചരിത്രത്തിൽ ഇന്ത്യൻ മണ്ണിൽ ഒന്നിലേറെ തവണ ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്യുന്ന ആദ്യ ടീമെന്ന നേട്ടവും ദക്ഷിണാഫ്രിക്കയ്ക്ക് സ്വന്തമാക്കാനായി. ടെസ്റ്റ് ചരിത്രത്തിൽ നാട്ടിൽ 2 തവണ മാത്രമാണ് ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് കഴിഞ്ഞ വർഷം ടോം ലാഥമിന്റെ നേതൃത്വത്തിൽ ന്യൂസിലാൻഡ് നേടിയ 3-0 വിജയമാണ്. 2-ൽ കൂടുതൽ ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത് അന്ന് ആദ്യമായിരുന്നു. മറ്റൊന്ന് 1999 2000 സീസണിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തന്നെ. വാങ്കഡയിലും ചിന്നസ്വാമിയിലും നടന്ന 2 ടെസ്റ്റ് മത്സരങ്ങളിലും ഇന്ത്യയെ തകർത്ത ഹാൻസി ക്രോണിയുടെ ടീം സച്ചിൻ ടെണ്ടുൽക്കർ നയിച്ച ഇന്ത്യയെ 2-0 വൈറ്റ് വാഷ് ചെയ്യുകയായിരുന്നു. ആ നേട്ടം ആവർത്തിക്കാനുള്ള ചരിത്ര നിയോഗമായിരുന്നു ടെംബെ ബാവുമക്കും സംഘത്തിനും ഉണ്ടായിരുന്നത്. കൊൽക്കത്തയിൽ നടന്ന 1-ാം ടെസ്റ്റിൽ 30 റൺസിനായിരുന്നു ഇന്ത്യയുടെ തോൽവി. അവസാന ദിനം 8 വിക്കറ്റ് കയ്യിലുണ്ടായിരുന്ന ഇന്ത്യക്ക് പൊരുതി നിന്നിരുന്നെങ്കിൽ സമനില പിടിക്കാമായിരുന്നു. എന്നാൽ 2-ാം സെഷൻ പൂർത്തിയാകുന്നതിന് മുമ്പേ ബാറ്റർമാരെല്ലാം കൂടാരം കയറി. ഗുവാഹത്തിയിൽ നടന്ന 2-ാം ടെസ്റ്റിൽ 408 റൺസിനാണ് ഇന്ത്യ തോറ്റത്. 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 140 റൺസിന് ഓൾ ഔട്ടായി. റൺസിന്റെ കണക്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് തോൽവി കൂടിയാണിത്. സിമോൺ ഹാർമറിന്റെ ബൗളിംഗ് ആണ് 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്ത് കളഞ്ഞത്. ദക്ഷിണാഫ്രിക്കൻ ബൗളിങ്ങിന് മുന്നിൽ പൊരുതി നിൽക്കാൻ പോലും ഇന്ത്യൻ ബാറ്റർമാർക്ക് കഴിയുന്നില്ല. നൈറ്റ് വാച്ച്മാനായി എത്തിയ കുൽദീപിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് ആദ്യം നഷ്ടമായത്. ബാറ്റിംഗ് ഓർഡർ പാടെ നിരാശപ്പെടുത്തിയതോടെ ആരാധകരോക്ഷം ശക്തമായിട്ടുണ്ട്. പരീക്ഷണം തുടരുന്ന പരിശീലകൻ ഗൗതം ഗംഭീറിനു നേരെയും വ്യാപക വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നത്.